അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 16ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററുമായ ഖൈറു അഅമാലിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല അമല് എന്നർത്ഥം വരുന്ന പാഠ വായിക്കുന്നത്. ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താണ്, 7ാം ക്ലാസ്സിന്റെ ഫിഖ്ഹിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സുകളും ഇതിന്റെ തദ്രീബാത്തുകളും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുഴുവനും ചാനൽ ലഭ്യമാണ്. ഈ പാഠത്തിൽ പറയുന്നത്, വ്യത്യസ്തമായ സമയങ്ങളിൽ ദിക്ർ ചൊല്ലുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായതും സ്ഥാനമുള്ളതുമായ ഒരു അമലുണ്ടെങ്കിൽ അത് ദിക്റാണ്. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് ശാന്തിയും സമാധാനമൊക്കെ ലഭിക്കും. മനസ്സമാധാനം ഉണ്ടാകാൻ പറ്റുന്ന, മനസ്സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. ബിസ്മി ചൊല്ലിയ എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ സമയത്തും ദിക്ർ ചൊല്ലുന്ന നാവ് അള്ളാഹു തആല നമ്മെ നാവാക്കി തരുമാറാവട്ടെ. ആമീൻ. നമുക്ക് വായിക്കാം. അള്ളാഹു തആല പറഞ്ഞു, ദിക്ർ കൊണ്ട് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠവും അല്ലാഹു തആലയുടെ അടുക്കൽ പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമവുമായ ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലുക. ഓരോ സമയങ്ങളിൽ വ്യത്യസ്ത ദിക്റുകൾ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ദിക്റുകളിൽ പ്രധാനപ്പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ബർക്കത്തില്ലാത്തതാണ്. ഖുർആൻ ഓതുക, വുളൂ ചെയ്യുക, കുളിക്കുക, തയമ്മും ചെയ്യുക, തിന്നുക, കുടിക്കുക, എഴുതുക, വായിക്കുക, എടുക്കുക, കൊടുക്കുക, വാതിലടക്കുക, പാത്രം മൂടിവെക്കുക, അറവ് നടത്തുക, സുർമയിടുക തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി സുന്നത്താണ്. ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടയ്ക്ക് വെച്ച് ബിസ്മില്ലാഹി അവ്വലഹു വാഖിറു എന്ന് ചൊല്ലണം. എന്നാൽ ബറാഅത്ത് സൂറ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയ്ക്ക് വെച്ച് ഓതുമ്പോൾ ചൊല്ലൽ കറാഹത്തുമാണ്. ഇനി വിവിധ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ. ഉറങ്ങാൻ നേരം ബിസ്മിക അല്ലാഹുമ്മ വഹിയാ വമൂത്ത്. ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വലജനാ വ ബിസ്മില്ലാഹി ഖറജനാ വഅലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തു വന്നാൽ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഇസ്തിൻജാ ചെയ്താൽ അഥവാ മനോഹരം ചെയ്താൽ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ്. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. മസ്ജിദിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ഈ രണ്ട് ദിക്റുകളും ചെറിയൊരു മാറ്റമേ ഉള്ളൂ. പള്ളി കയറുമ്പോൾ അബ്വാബ റഹ്മതിക് എന്ന അവസാനാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിൻ ഫളിക എന്നുള്ളതാണ്. ആ ഒരു ചെറിയ മാറ്റം മനസ്സിലാക്കിയാൽ രണ്ട് ദിക്റും ഓർമ്മിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി കണ്ണാടി നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അങ്ങാടി പ്രവേശിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും നന്മ ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറാ. ഇടിയുണ്ടാകുമ്പോൾ സുബ്ഹാനല്ലദീ സബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. മഴ പെയ്താൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. കാറ്റടിച്ചാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിൽതു ബിഹി വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ ശർരി മാ ഉർസിൽതു ബിഹി. വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ
വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. യാത്രയാക്കുമ്പോൾ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. രോഗിയെ സന്ദർശിക്കുമ്പോൾ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. ഖബറിനെ സമീപിക്കുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ജമാഅ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖ്തന. വിത്തറിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മാസപ്പിറവി കണ്ടാൽ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ യംനി വൽ ഈമാൻ വസ്സലാമ വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹ്. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ഖക അഫ്തർതു റഹബല്ലമ വതല്ലത്തിൽ ഉറൂഖ് വസബതൽ ഇൻഷാ അല്ലാഹ്. ദുആകളിൽ ഏറ്റവും ഉത്തമം ഖുർആനിലും ഹദീസിലും ദുആകളാണ്. ചില നമുക്ക് പരിചയപ്പെടാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ രണ്ടെണ്ണം ഖുർആനിൽ ഒന്ന് പ്രാർത്ഥനയാണ്. ഇനി ഹദീസിൽ നിന്ന് പ്രാർത്ഥന നോക്കൂ. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والحرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم إني أعوذ بك من علم لا ينفع ومن دعاء لا يسمع ومن قلب لا يخشى ومن نفس لا تشبع. اللهم إني أسألك الهدى والتقى والعفاف والغنى. اللهم أصلح لي ديني الذي وعصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. اللهم إني أسألك من الخير كله عاجله وآجله ما علمت منه وما لم أعلم وأعوذ بك من شر كله عاجله وآجله ما علمت منه وما لم أعلم. اللهم إني أسألك من خير ما سألك عبدك ونبيك وأعوذ بك من شر ما عاذ منه عبدك ونبيك. اللهم إني أسألك الجنة ما قرب إليها من قول أو عمل وأعوذ بك من النار ما قرب إليها من قول أو عمل وأسألك أن تجعل كل قضاء قضيته لي خيرا. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك فجاءة نقمتك وجميع سخطك. ഈ പറയപ്പെട്ടതൊക്കെ ഹദീസിൽ ഒന്ന് ദുആവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ. അസ്സലാത്തുൻ നാരിയ, താജ് സ്വലാത്ത്, അസ്സലാത്തുൽ മുൻജി എന്നിങ്ങനെ പല സ്വലാത്തുകളുണ്ട്. അസ്സലാത്തുൽ ഇബ്രാഹിമിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. ഇനി തദ്രിബാത്ത് വായിക്കാം. നെസിൽ മാച്ച് ചെയ്താനാണ്, യോജിപ്പിച്ച് ചെയ്താനാണ്. 1. ഉറങ്ങാൻ നേരം ലെറ്റർ സി ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്. 2. മഴ പെയ്താൽ ലെറ്റർ ഇ അല്ലാഹുമ്മ സ്വബിയ്യൻ നാഫിഅ. 3. വസ്ത്രം ധരിക്കുമ്പോൾ ലെറ്റർ എ അൽഹംദുലില്ലാഹില്ലദീ കസാനി. ബാക്കിയുള്ളത് പൂരിപ്പിക്കുക. 4. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലെറ്റർ ബി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അതും ബാക്കി പൂരിപ്പിക്കാനാണ്. 5. കണ്ണാടിയിൽ നോക്കുമ്പോൾ ലെറ്റർ ഡി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുകമ്മിൽ പൂരിപ്പിക്കാനാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. 2. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 3. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ യംനി വൽ ഈമാൻ വസ്സലാമ വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹ്. 4. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു റഹബൽ ലമഉ വബതല്ലത്തുൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. 5. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മൂന്നാമത്തെ ആക്ടിവിറ്റി ഉജീബ് ഉത്തരം എഴുതാൻ. ഒന്നാമത്തെ ചോദ്യം, ഉറക്കിൽ നിന്നുണർന്നാൽ എന്തു ചൊല്ലണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. 2. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. മൂന്നാമത്തേത്, ഇടിമുഴങ്ങുമ്പോൾ എന്തു ചൊല്ലണം? സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. 4. യാത്രയാക്കുമ്പോൾ എന്തു ചൊല്ലണം? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്.
5 വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബിനാ തവക്കൽന. 6 4 സ്വലാത്തുകളെ പേര് ഇതാ: അസ്സലാത്തു നാരിയ, താജ് സ്വലാത്ത്, അസ്സലാത്തുൽ മുൻജിയ, അസ്സലാത്തുൽ ഇബ്രാഹിമിയ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. 1, കുട്ടികൾ ഓരോ ദിവസവും ചൊല്ലാറുള്ള സ്വലാത്തിൽ എണ്ണം രേഖപ്പെടുത്താം. മാസാവസാനം കൂടുതൽ സ്വലാത്തിൽ ഇവർക്ക് സമ്മാനം നൽകാം. സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു പ്രചോദനമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. 2, ദിക്റുകളും ദുആകളും മനഃപ്പാഠമാക്കി ഇടയ്ക്കിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാം. 3, വിവിധ പേരിലുള്ള സ്വലാത്തുകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. 4, സ്വലാത്തിന്റെ മഹത്വം വിവരിക്കുന്ന ഒരു പുസ്തകം വായിച്ച് കുറിപ്പ് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി: എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, കാരണം എന്റെ മേൽ സ്വലാത്ത് നിങ്ങൾക്ക് പാപമോചനവും അഭിവൃദ്ധിയുമാണ്. എന്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു എന്റെ മേൽ 10 നന്മ ചെയ്യും. അഹ്മദ് റളിയല്ലാഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഉന്നതനായ എന്റെ റബ്ബിങ്കൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാള് അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹുവിന് 10 നന്മ രേഖപ്പെടുത്തുകയും 10 പാപം പൊറുക്കുകയും 10 പദവികൾ ചേർക്കുകയും അതുപോലെയുള്ള 10 അനുഗ്രഹങ്ങൾ അവന് നൽകുകയും ചെയ്യും. തൊബറാനി റളിയല്ലാഹു നിവേദനം. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവന് അള്ളാഹു 10 നന്മയും 10 സ്വലാത്ത് ചൊല്ലിയവന് 100 ഗുണവും ചെയ്യും. 100 സ്വലാത്ത് ചൊല്ലിയവന് നരകത്തിൽ നിന്നും കപടശ്വാസത്തിൽ നിന്നും പ്രത്യക്ഷമായി മോചനം നൽകും. അന്ത്യദിനത്തിൽ അവനെ സുഹദാക്കളോടൊപ്പം താമസിപ്പിക്കും. വസല്ലല്ലാഹു വസല്ലം അലാ ഖൽഖിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ദരീബാത്തും എന്റെ മുസ്തഫ ഹഫി എന്ന ചാനൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.